السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما والحمد لله على كل حال. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, കുറച്ച് സമയം മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുക. അപ്പോൾ ഈ സംസാരം നിങ്ങൾക്ക് പൂർണ്ണമായി ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന ഒരു സംഗതിയാവണം. അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം സംസാരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വലിയ സഹായവും ഒരാശ്വാസവുമാവും എന്നാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ശരീഅത്ത് പഠിപ്പിച്ചെന്നു. ഇത് ശരീഅത്ത് എന്ന് നമ്മൾ പറയും. ശരീഅത്ത് എന്താ? ശരീഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മത ആചാരങ്ങൾ, നമ്മളെങ്ങനെ മതം ആചരിക്കണം, എങ്ങനെ മുസ്ലിമായി ജീവിക്കണം, ഇതിനാണ് ശരീഅത്ത് എന്ന് പറയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ശരീഅത്ത് പഠിപ്പിച്ചെന്നു. ആ പഠിപ്പിച്ചെന്ന ശരീഅത്ത് മുഴുവൻ നമ്മൾ കണ്ടിട്ടുമില്ല, നമ്മൾ പഠിച്ചിട്ടുമില്ല. റസൂലുള്ളാഹി പഠിപ്പിച്ച ശരീഅത്ത് മുഴുവൻ നമ്മൾ കണ്ടിട്ടുമില്ല, നമ്മൾ പഠിച്ചിട്ടുമില്ല. അള്ളാഹു റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുത്തു, റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചു. പക്ഷെ അത് മുഴുവൻ നമ്മൾ പഠിച്ചിട്ടില്ല എന്നാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ച ശരീഅത്ത് മുഴുവൻ നമുക്കറിയില്ല, അവിടേക്ക് നമ്മൾ പഠിച്ചെത്തിയിട്ടില്ല. അവിടേക്ക് നമ്മൾ പഠിച്ചെത്തണം എന്നുണ്ടെങ്കിൽ കുറേ മുന്നോട്ട് പോകണം. അതും എങ്ങനെ മുന്നോട്ട് പോകണം? ഇപ്പോഴുള്ള എല്ലാ തിരക്കും മാറ്റി വെച്ച് ഇതിന് ഇഹ്റാം കെട്ടിയിട്ടിരിക്കേണ്ടി വരും. എന്നാൽ തന്നെ ഒരു 10-50 കൊല്ലം കൊണ്ട് പഠിച്ച് തീരുന്ന നമ്മൾ കരുതും വേണ്ട. നമ്മളിപ്പോഴുള്ള ആയുസ്സിൽ എല്ലാ തിരക്കും മാറ്റി വെച്ച് നമ്മൾ ഇരുന്നാലും അള്ളാഹു റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുത്ത ശരീഅത്ത് മുഴുവൻ നമുക്ക് പഠിച്ചു തീരുന്നു നമ്മൾ കരുതും വേണ്ട. ചില പണ്ഡിതന്മാരൊക്കെ അതൊക്കെ സ്വർഗത്തേക്ക് വെച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് അള്ളാഹ് പഠിപ്പിച്ച മുഴുവൻ ശരീഅത്ത് മനസ്സിലാക്കാൻ അത് സ്വർഗത്തു നിന്ന് അള്ളാഹിനോട് ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. കാരണം ഇവിടുത്തെ ആയുസ് കൊണ്ട് അതാവില്ല എന്നാണ്. അപ്പോൾ അവിടെയാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ നമുക്ക് ഇറക്കി തന്നിട്ട് ഖുർആൻ മുഴുവൻ നമ്മൾ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റമല്ലേ, ഒരു മോശമല്ലേ? റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീത്ത് മുഴുവൻ നമുക്കറിയൂല, അവിടുന്ന് പഠിപ്പിച്ച ശരീഅത്ത് മുഴുവൻ നമുക്കറിയൂല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മോശമല്ലേ എന്നത് മുസ്ലിമായ ഒരാൾക്കുണ്ടാവുന്ന ഒരു ആശങ്കയാണ്. മുസ്ലിമായ ഒരാൾക്കുണ്ടാവുന്ന ഒരു ടെൻഷനാണ്. ഈ കണ്ട ഇബാദത്തുകൾ, ഒരു പ്രസംഗം കേൾക്കുമ്പം ഒരു ഉസ്താദ് ഒരു ഇബാദത്ത് പറയും, ഒരു ദിക്ർ പറഞ്ഞുതരും, ഇങ്ങനെയാണ്, ഇങ്ങനെ ശ്രദ്ധിക്കണം, പഠിച്ചോനെ അങ്ങനെ ഒരു സംഗതി ഉണ്ട്, ഇതുവരെ ഞാനത് അറിഞ്ഞില്ലല്ലോ, എത്ര എനിക്ക് അവസരം നഷ്ടപ്പെട്ടു, ഇനി മുതലായി ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അടുത്ത പ്രസംഗത്തിൽ നിന്ന് പുതിയൊരു ഇബാദത്ത് കേൾക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇത് സംഗതി എളുപ്പമുള്ള കാര്യമാണ്, പക്ഷെ എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു, ഇതുവരെയുള്ള എൻ്റെ ചാൻസ് നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിനു പുറകെ ഒന്നായി ഉപദേശങ്ങളും പുസ്തകങ്ങളും ഒക്കെ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും അവനുണ്ടാവുന്ന ഒരു ടെൻഷനാണ്, ഇതിപ്പോൾ എന്നാ ഒന്നൊരു പൂർണ്ണ മുസ്ലിമായി തീരുക എന്നുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഞാൻ നിങ്ങൾക്കൊരു ഒരു ആശ്വാസമാവാം എന്ന് വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിച്ചത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ്. എന്താ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹ് നമ്മളെ പഠിച്ചത്. എങ്ങനെയാണ് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞു അതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കലാണ് കാരണം. ഞാൻ പറഞ്ഞ ഓരോ അങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ഞാൻ ഇങ്ങനെ വളരെ ഒരു ചെറിയ വരികളിലൂടെ ഞങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് കരുതുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹ് നമ്മളെ പഠിച്ചത് എന്തിനാ?
അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ. എന്താ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് അള്ളാഹിന് റസൂലിനെ അനുസരിക്കുക. അള്ളാഹിന് റസൂലിന് ഏത് വിഷയത്തിലും അനുസരിക്കേണ്ടിയെന്ന് അപ്പോൾ അടുത്ത ചോദ്യം. ഓരെന്തിലൊക്കെ പറഞ്ഞോ അതിലൊക്കെ അനുസരിക്കാറുണ്ട്. അള്ളാഹ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അള്ളാഹും റസൂൽ എന്തൊക്കെ പറഞ്ഞാണ്. അള്ളാഹും റസൂൽ നമ്മളെ പഠിപ്പിച്ച മുഴുവൻ ദിക്റും ഞാൻ ചെല്ലലൊന്നുമില്ല. റസൂലിനെ പഠിപ്പിച്ച മുഴുവൻ സുന്നത്ത് നിസ്കാരം നമ്മൾ ചെയ്യലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുഴുവൻ ഇബാദത്തുകളും കൂടി ഒരു മനുഷ്യൻ ചെയ്യാൻ നിന്നാൽ അയാൾക്ക് തിന്നാനോ കുടിക്കാനോ കുടുംബജീവിതം നയിക്കാനോ ഒരു ജോലിക്ക് പോകാനോ ഒന്ന് ആസ്വദിക്കാൻ പോലും സമയം കിട്ടില്ല. ഈ മുഴുവൻ ഇബാദത്തും കൂടി ഇയാൾ ചെയ്യാൻ നിന്നാൽ. അപ്പോൾ റസൂലിനെയും അള്ളാഹിനെ റസൂലിനെ അനുസരിക്കാതെ പറഞ്ഞാൽ എങ്ങനെയാണെന്നാണ് അപ്പോൾ പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നു. അതൊരു മനുഷ്യൻ്റെ ജീവിത സാഹചര്യം മുൻനിർത്തിയിട്ടാണ് അതിൻ്റെ അളവ് നിശ്ചയിക്കൽ എന്നാണ്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു അധ്യാപകനാണ്. അത് അധ്യാപകൻ എന്ന നിലക്ക് എനിക്ക് ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ളുഹറിന് ജമാഅത്തിന് പങ്കെടുത്താൽ പോലും സുന്നത്ത് അതിൻ്റെ മുമ്പുള്ളതും ശേഷമുള്ളതും നിസ്കരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പം ഞാൻ ആ ളുഹറിൻ്റെ മുമ്പും ളുഹറിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഞാൻ അങ്ങനെയാണെന്നല്ല, ഒരു അധ്യാപനമാകുമ്പോൾ ചിലപ്പം അയാൾക്ക് സമയത്തിന് സ്കൂളിൽ കയറേണ്ടി വരും. അപ്പോൾ ഫർള് ചിലപ്പം കിട്ടിയെന്ന് വരും, അതിൻ്റെ മുമ്പ് ശേഷമുള്ള സുന്നത്ത് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ചോദ്യം അതാണ്, ഇയാൾ ആ 5 ദിവസം സ്കൂളുള്ള 5 ദിവസം ളുഹറിൻ്റെ മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം സമയത്ത് നിസ്കരിക്കലില്ല. ഇയാളുടെ മക്കളെ ഉപദേശിക്കുമ്പോൾ ഇയാൾക്ക് പറയാൻ പറ്റുമോ ഈ ളുഹറിൻ്റെ മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കണമെന്ന്? അള്ളാഹ് പറഞ്ഞാണ് ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്തത് എന്തിനാണ് പറയുന്നത് എന്ന് അത് ചോദിക്കുന്നു. അപ്പോൾ ഇയാൾ ളുഹർ നിസ്കരിൻ്റെ മുമ്പ് സുന്നത്തും ളുഹറിൻ്റെ ശേഷമുള്ള സുന്നത്തും നിസ്കരിക്കലുണ്ടോ? ഇല്ല. അപ്പോൾ ഇയാൾ മക്കളെ ഉപദേശിക്കുക ളുഹർ നിസ്കരിക്കുമ്പോൾ അതിൻ്റെ മുമ്പ് 2ഉം ശേഷം 2ഒക്കെ നിസ്കരിക്കണമെന്ന്. ഇയാൾ ചെയ്യണത് കുറ്റമാണോ അല്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. ഇങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ നമ്മളെ മക്കൾ ഇങ്ങനെ വളർന്നു വരുന്നു. മക്കളോട് നമ്മൾ പലതും ഉപദേശിക്കാൻ ആഗ്രഹിക്കും, പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യലുണ്ടാവില്ല. എന്നാൽ നമ്മൾ മക്കളോട് അത് ഉപദേശിക്കുകയും ചെയ്യും. ആ മക്കളോട് ഉപദേശിക്കാൻ പറ്റുമോ ഇല്ലേ? ഞാൻ എന്താ ചെയ്യാത്തത്? ഞാനിത് ചെയ്തിട്ട് എൻ്റെ മക്കളോട് ഉപദേശിക്കുകയാണെങ്കിൽ എനിക്ക് ചെയ്യാട്ട് നേരമില്ല. എങ്ങനെ ഇപ്പോൾ ഇത് ഒപ്പിച്ച് പോവുക? മക്കളെ പല വിഷയവും എനിക്ക് ഉപദേശിക്കാണ്ട് അവരോട് പല കാര്യങ്ങളും ഞാൻ അവരെ ഇപ്പം ഞാൻ ഒരു മാരിബായി ഖുർആൻ ഓതിയടായും ഇല്ല, ഖുർആൻ ഓതിയിട്ടില്ല. ബാപ്പ രാത്രി വന്നാൽ ഇന്ന് ആരൊക്കെ മാരിബിൻ്റെ ശേഷം ഖുർആൻ ഓതാത്തവർ എന്ന് ചോദിക്കുമ്പം ബാപ്പ ആ സമയത്ത് പീടിയിലാവും, ആ സമയത്ത് ഖുർആൻ ഓതണില്ല. അപ്പോൾ ബാപ്പ മാരിബിന് ശേഷം ഖുർആൻ ഓതണില്ല, മക്കളോട് ഓതാൻ പറയണം. ഇതൊരു ബാപ്പാക്ക് പറ്റുമല്ലേ? ഇതിനിപ്പോൾ എന്താ ഒരു പരിഹാരം എന്നാണ് അവിടെ ഞാൻ പറയണത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ആവശ്യപ്പെട്ടത് അള്ളാഹിനെയും റസൂലിനെയും അനുസരിക്കാനാണ്. എന്താ പറഞ്ഞത്? അള്ളാഹിനെയും റസൂലിനെയും അനുസരിക്കാനാണ്. അപ്പോൾ ചോദിക്കുക എങ്ങനെ അനുസരിക്കേണ്ടി ചോദിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കും സാഹചര്യം അനുസരിച്ചുള്ള ഇബാദത്ത് സെലക്ട് ചെയ്തിട്ട് ഞാൻ അള്ളാഹിനെ റസൂലിനെ അനുസരിക്കുമ്പോൾ അടുത്ത ആളുടെ ജീവിതത്തിൻ്റെ സാഹചര്യവും അയാളുടെ തിരക്കും അയാളുടെ ഒഴിവും നോക്കിയിട്ടാണ് അയാൾ ഈ അനുസരിക്കാനുള്ള ഇബാദത്ത് സെലക്ട് ചെയ്യേണ്ടത്. ഇസ്ലാമിക ശരീഅത്തിൽ ആ നിലക്കാണ് അള്ളാഹു ഇബാദത്തുകളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ച എല്ലാ ഇബാദത്തും നമുക്ക് ഒന്നാകെ ചെയ്യാനുള്ളതല്ല, ഒരു വ്യക്തിക്ക് മാത്രമായിട്ടല്ല ഈ ഇബാദത്ത് ഒന്നാകെ പഠിപ്പിച്ചത്. പിന്നെ ലോകത്ത് ആ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഇബാദത്ത് ഒന്നാകെ പഠിപ്പിച്ചത്. ആ ഇബാദത്ത് എല്ലാം കൂടി ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു വ്യക്തി റസൂലുള്ള പോലും അല്ല. റസൂലുള്ള നാവുകൊണ്ട് പഠിപ്പിച്ച എല്ലാ ഇബാദത്തും റസൂലുള്ള ചെയ്തിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവുകൊണ്ട് പഠിപ്പിച്ച എല്ലാ ഇബാദത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. ഒരു ഉദാഹരണം പറയാം. റസൂലുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് ചെയ്തൊരു കാര്യമാണ്, രാവിലെ രാത്രി ഉറങ്ങണീന് മുമ്പ് നീ വിത്റുവാക്കണം, രാവിലെ നീ ളുഹയും നിസ്കരിക്കണം എന്നാണ്. ഉറങ്ങണീന് മുമ്പ് വിത്റാക്കണം, രാവിലെ ളുഹി നിസ്കരിക്കണം. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ വസിയത്താണ്. വസിയത്ത് പറഞ്ഞാൽ കനപ്പെട്ട ഉപദേശമാണ്. റസൂലിനെ ചെയ്യലില്ല. റസൂലിനെ എപ്പോഴേലൊക്കെ ളുഹ നിസ്കരിക്കലുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യലെന്താ? റസൂൽ രാത്രി ഉറങ്ങിയതിൻ്റെ ശേഷം എഴുന്നേറ്റിട്ട് പിന്നെ നിസ്കരിക്കും.
നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ എന്നോട് പറയാം എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ തിരക്കുള്ള മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ റസൂലുള്ള ഉറങ്ങിയിട്ടേ അദ്ദേഹം ഉറങ്ങുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയിട്ട് അദ്ദേഹം ഉറങ്ങാനുള്ള കാരണം അവിടുന്ന് റസൂലുള്ളാഹിൻ്റെ ഹദീസ് ശേഖരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ റസൂൽ എന്തേലും പറയോ എന്തേലും ചെയ്യും, ഇതിന് വെയിറ്റ് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കാത്തിരിക്കുന്നത് കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വൈകിയാണ് ഉറങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിന് സുബീൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റൂല. അതുകൊണ്ട് റസൂൽ അദ്ദേഹത്തിൻ്റെ സാഹചര്യം മാനിച്ചിട്ട് അദ്ദേഹത്തിന് അള്ളാഹ്ക്ക് അനുസരണ ചെയ്യാനുള്ള ഒരു രൂപം പഠിപ്പിച്ചു കൊടുത്തു. എന്താണ്? ഉറങ്ങണീന് മുമ്പ് രാത്രി നിസ്കരിച്ചാളെ ബാക്കി അതിൻ്റെ ആ കൂലി ഒന്ന് ടാലി ആവാൻ രാവിലെ ളുഹി നിസ്കരിച്ചാളെയാണ്. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ ഉറങ്ങണീന് മുമ്പ് വിത്ർ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ളുഹ നിസ്കരിക്കൽ പ്രത്യേക സുന്നത്താണ്. അപ്പോൾ കൂലി ടാലി ആയിക്കോളും. കാരണം ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കണ കൂലി ഉറങ്ങണീന് മുമ്പ് നിസ്കരിച്ചാൽ കിട്ടൂല. അപ്പോൾ റസൂലുള്ള ഒന്ന് പറയുന്നു, റസൂല വേറെ ഒന്ന് ചെയ്യുന്നു. കാരണം റസൂലൊക്കെ അതാ സൗകര്യം. ഏത്? ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കൽ. എന്നാൽ അബൂ ഹുറൈറക്ക് സൗകര്യം ഏതായിരുന്നോ അത് അദ്ദേഹത്തിന് അള്ളാഹിൻ്റെ റസൂൽ ഉപദേശിച്ചു കൊടുത്തു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഈ ഉപദേശം കേട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കുറേ കാലം അങ്ങനെ അമൽ ചെയ്തിരുന്നു. പിന്നെ റസൂലുള്ള വഫാത്തായി തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നെ രാത്രി ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്നിടത്തേക്ക് ശീലം മാറ്റിയെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെയാണ് മക്കളോട് ഞാൻ മാരിമിൻ്റെ ശേഷം പിന്നെ സൂറത്ത് ഖുർആൻ ഓതിനടാന്ന് ചോദിക്കും. അപ്പോൾ ബാപ്പ ഓതുണ്ടാവില്ല. വാപ്പ അപ്പം കടയെ തിരക്കില്ല. വാപ്പ എപ്പോഴാണ് ഓതൽ? വാപ്പി ഓതലുണ്ട്. അത് ഓതൽ ഒന്നുകിൽ ഈ തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റിട്ടാവും ബാപ്പ ഓതൽ. ആ സമയത്ത് മക്കളെ പിടിച്ച് നീപ്പിച്ചാൽ ഓർക്ക് പിന്നെ മദ്രസക്കും സ്കൂൾക്കൊക്കെ പോകാനുണ്ടാകുമ്പോൾ സ്കൂളിൽ നിന്ന് പോയി ഉറങ്ങി തൂങ്ങും. അപ്പോൾ ഓർക്കൊരു സുബിയ വരെ ഉറക്കം കിട്ടിയാലേ ശരിയാവുള്ളൂ. അതുകൊണ്ട് ഒരു മാരിബിൻ്റെ ശേഷം ഓതട്ടെ അല്ലെങ്കിൽ സുബിഹിൻ്റെ ശേഷം ഓതട്ടെ. ബാപ്പ എപ്പോഴാണ് ഓതൽ? ബാപ്പ തഹജ്ജുദിൻ്റെ സമയത്ത് ഓതും, അല്ലെങ്കിൽ സുബീൻ്റെ ശേഷം പള്ളിക്ക് കുത്തിരുന്ന് ഓതും. ബാപ്പി ഓതുണ്ട് ചോദിച്ചാൽ ഓതുണ്ട്, മക്കൾ ഓതുണ്ട്. അപ്പം മഗ്‌രിബിൻ്റെ ശേഷം ബാപ്പ ഓതിയിട്ടില്ലല്ലോ, അപ്പോൾ ബാപ്പ ചെയ്യാത്ത പറഞ്ഞില്ലേ എന്ന വിഷയമില്ല. ചുരുക്കി പറഞ്ഞെന്താ, ഈ ബാപ്പി അള്ളാനെ അനുസരിച്ചു, കുട്ടി അള്ളാനെ അനുസരിച്ചു. അപ്പോൾ ഈ അള്ളാനെ അനുസരിക്കൽ, നല്ല ഡ്രൈവറായ ഒരാൾ, അയാൾക്ക് രാവിലെ ഇപ്പോൾ ഒരാൾക്ക് അറിയാം, അയാൾ സുബിഹിൻ്റെ മുമ്പ് കടലിൽ പോകും. കടലിൽ പോയ അന്ന് അയാളെ സംബന്ധിച്ച് സുബിഹിയും ളുഹറും അസുറും ഒക്കെ അയാൾക്ക് ജമാഅത്ത് കിട്ടൂല. അയാൾക്ക് മക്കളോട് പറയാൻ പറ്റുമോ? പെരയിൽ ഒരു തടസ്സമില്ലാത്ത മക്കളോട് ഈ പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിച്ചില്ലടാ എന്ന് ചോദിക്കാൻ പറ്റും. ആ ബാപ്പാനെ സംബന്ധിച്ച് കപ്പലിൽ, കടലിൽ, തോണിയിൽ, ബോട്ടിൽ പോണ ബാപ്പാനെ വെച്ച് ബോട്ടിൽ നിന്ന് നിസ്കരിക്കലാണ്. അപ്പോൾ ബോട്ടിൽ നിന്ന് ബാപ്പ നിസ്കരിച്ചണോ? നിസ്കരിച്ചാണ്. എന്നാൽ അയാൾ അള്ളാഹിനെ അനുസരിച്ചവനാണ്. അതേസമയം പെരയിൽ ഈ വാപ്പ നയിച്ചതേറ്റ് തിന്നിട്ട് ഒരു ഒഴിവിൽ പിന്നെ ഒരു തിരക്കില്ലാത്ത ആ കുട്ടി പള്ളിയിൽ പോയി നിസ്കരിക്കലാണ് അള്ളാഹിനെ അനുസരിക്കൽ. എന്നിട്ട് ആ വാപ്പാക്ക് എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ഞായറാഴ്ച വാപ്പ വീട്ടിലുണ്ട്. അപ്പോൾ വാപ്പ പള്ളിയിൽ പോകുന്നുണ്ടോ? അതെ, അപ്പം പോകുന്നുണ്ട്. ആ വാപ്പ അള്ളാഹിനെ അനുസരിച്ചവനാണ്. അപ്പോൾ എല്ലാ ദിവസവും കൂലിപ്പണി എടുത്തുകാണ്ട് തൻ്റെ കുടുംബം പോറ്റുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു വലിയ AC റൂമിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരാളുടെ സൗകര്യം ഫ്രീ ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ അയാളെ സംബന്ധിച്ച് അയാൾക്ക് ഒഴിവിട് എങ്ങനെയാണോ അയാൾ അള്ളാനെ നിലക്ക് അനുസരിച്ചു, ഇയാളും അള്ളാനെ ആ നിലക്ക് അനുസരിച്ചു. ഓരോരുത്തരുടെ സമയം ഇത് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ട. അപ്പോൾ ഇസ്ലാമിൽ ശരീഅത്ത് പരത്തിയാണ് പഠിപ്പിക്കുകയാണ്. അതെല്ലാം കൂടി ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷനായി പോകും, നമ്മൾ മാനസിക രോഗിയായി പോകും. കഴിയൂല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ചിലപ്പോൾ ടെൻഷൻ അതാവും, ഇതെല്ലാം കൂടി ഞാൻ ഇങ്ങനെ ചെയ്യും, എനിക്കൊന്നും കഴിയണില്ലല്ലോ. ലാസ്റ്റ് അവൻ ടെൻഷനിലാവും. അങ്ങനെയാണ് അവന് പിന്നെ മതം കയറി ഭ്രാന്തനാവുക. അപ്പോൾ അതിക്ക് നിൽക്കാൻ പറ്റില്ല. പിന്നെന്താ വേണ്ടി? ഈ ശരീഅത്തിൽ നിന്ന് ഞാൻ എനിക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ് വാജിബ് എന്ന് പറഞ്ഞാൽ. വാജിബിന് എനിക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റില്ല. എനിക്ക് ആവശ്യമുള്ളത്, എനിക്ക് വാജിബായിട്ടുള്ള മുഴുവൻ ഞാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ചെയ്യണ വാജിബ് തന്നെ ഒരാൾക്കുള്ള വാജിബ് അവരെ അടുത്താക്കും. ഒരു ഉദാഹരണം പറഞ്ഞു നോക്കിയാൽ, മാതാവും പിതാവും ജീവിച്ചിരിക്കില്ലാത്ത ഒരു മനുഷ്യൻ, അയാൾക്കുള്ള വാജിബാണോ ബാപ്പിയമ്മയും ജീവിച്ചിരിക്കേണ്ടെങ്കിൽ? ബാപ്പിയമ്മയും മരിച്ചുപോയ ഒരാൾക്ക് ബാപ്പാൻ്റെ വിഷയത്തിലുള്ള വാജിബ് ഓർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും അവർക്ക് ആഖിറത്ക്ക് ആവശ്യമായ നിലക്ക് ഈ മകൻ കാര്യങ്ങൾ ചെയ്യലുമാണ്. എന്നാൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ ഇനി നോക്കി, ആരോഗ്യമുള്ള മാതാപിതാക്കളുള്ള ഒരു കുട്ടിക്കുള്ള ഒരു മകനുള്ള ബാധ്യതയല്ല വൃദ്ധനായ മാതാപിതാക്കൾ ഉണ്ടാകുമ്പോൾ. ബാപ്പി ഇമ്മിയും ഒരുപോലെ ജീവിച്ചിരിക്കുന്നവൻ്റെ ബാധ്യതയല്ല അതിൽ ഉമ്മ ഉണ്ട് വാപ്പയില്ല, അല്ലെങ്കിൽ വാപ്പുണ്ട് പിന്നെ ഉമ്മയില്ല എന്നുള്ള അവസ്ഥയിൽ ഉണ്ടാകുന്നത്. ഇതൊക്കെ വാജിബ് വ്യത്യാസപ്പെടും. പെൺകുട്ടികളുള്ള വാപ്പാൻ്റെ ബാധ്യതയല്ല ആൺകുട്ടികളുള്ള വാപ്പാക്കുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. വണ്ടി ഓടിക്കണ ഒരാൾക്ക് ആ വാഹനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറേ വാജിബുണ്ട്. വണ്ടി കൈകൊണ്ട് തൊടാത്ത ഒരാൾക്ക് ആ വാജിബില്ല. അപ്പോൾ ഈ വാജിബ് തന്നെ വ്യത്യാസപ്പെടും.
അപ്പോൾ ഒരാൾ ഈ നിറച്ച് വെച്ച ശരീഅത്തിൻ്റെ ഇടക്കുന്ന് എനിക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ് ഞാൻ എടുക്കണം. അതിനാദ്യം ഒന്നായിട്ട് ശരീഅത്ത് അറിയണ്ടേ. അപ്പോൾ അടുത്ത വിഷയം അത് ഞാൻ എങ്ങനെ ഇപ്പോൾ ഇത് എടുക്കുക, അതിന് എന്തൊക്കെയാണ് ശരീഅത്തിലുള്ളതെന്ന് എനിക്കറിയില്ലല്ലോ. അതിന് പണ്ഡിതന്മാർ പറഞ്ഞു തന്ന ഒരു ഒറ്റമൂലിയാണ് സാധാരണക്കാർക്ക് അൽ ഇസ്തിഫ്താഉ. ഇത് ഇസ്തിഫ്താ എന്ന് പറഞ്ഞാൽ ഫത്വ ചോദിക്കുക എന്ന് പറയും. എങ്ങനെ ഫത്വ ചോദിക്കൽ? ഞാൻ ഒരു കച്ചവടത്തിന് ഇറങ്ങുന്നുണ്ട്, ഉസ്താദ് എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ഉസ്താദ് എന്താ ഇപ്പോൾ കച്ചവടത്തിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് പറ്റൂല കേട്ടോ, അത് പലിശയാണ്. ഓക്കെ, ഞാൻ അങ്ങനെ ഇറങ്ങുന്നുണ്ട്. അത് അങ്ങനെ പോയ ശരിയാവില്ല, ഇജ്ജ് അത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അത് ഹലാലായി. ആയിക്കോട്ടെ, ഇങ്ങനെ ഫത്വ ചോദിക്കൽ. അപ്പോൾ ആ ഉസ്താദ് വഴി ഇയാൾക്ക് എന്തായി ശരീഅത്ത് എന്ന് മനസ്സിലായി. അല്ല, ഈ ശരീഅത്ത് ഒന്നായിട്ട് കുത്തിയിരുന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ആലിമിന് പോലും അതിനുള്ള ആയുസ്സുകൊണ്ട് കഴിയൂല എന്നാണ്. അപ്പോൾ ഒരു ഉസ്താദിന് അത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഉസ്താദ് അവിടേക്ക് പഠിച്ചെത്തിയില്ല. അപ്പോൾ അടുത്ത ഉസ്താദിൻ്റെ അടുത്ത് പോകും. ഒന്ന്, ഈ പറഞ്ഞ ഇസ്ലാമിക ശരീഅത്ത് മനസ്സിലാക്കലിൻ്റെ രീതി ഒന്ന് അങ്ങനെയാണ്. രണ്ടാമത്തെ രീതിയാണ് നമ്മൾ തുടർന്ന് പഠിക്കുക എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ഈ മദ്രസ വിദ്യാഭ്യാസം കഴിയും, അതിൽ അവസാനിക്കും. എന്നാൽ അത് പറ്റൂല, തുടർന്ന് പഠിക്കണം. അപ്പോൾ തുടർന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ പഠിത്തത്തിന് ഇപ്പോൾ ഇതൊരു പഠിത്തത്തിൻ്റെ രൂപമാണ്. ഇപ്പോൾ ഞാൻ വയലിറങ്ങും, നിങ്ങൾ കേൾക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥിരം ക്ലാസ്സിന് പങ്കെടുക്കണം. അല്ലെങ്കിൽ ഇന്നത്തെ സൗകര്യം അള്ളാഹിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ നമ്മുടെ മുമ്പിലുണ്ട്, യൂട്യൂബിൽ ക്ലാസ്സുകളുണ്ട്, അല്ലാത്ത ക്ലാസ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് സ്ഥിരമായിട്ട് ഇതാക്കുമ്പോൾ കുറേയൊക്കെ നമ്മൾ കുറേ കേൾക്കും. ആ കേൾക്കണെല്ലാം എനിക്ക് ചെയ്യാനുള്ളതാവില്ല. കാരണം അതെല്ലാം കൂടി ചെയ്യാനുള്ള തോക്കത്തോ അല്ലെങ്കിൽ ഒഴിവോ എന്നെ സംബന്ധിച്ചുണ്ടാവില്ല. പക്ഷേ ഞാൻ അറിഞ്ഞു വെക്കട്ടെ, എന്തെങ്കിലും ഒഴിവുണ്ടാകില്ല അന്ന് ഞാൻ അത് ചെയ്യും. അപ്പോൾ എന്നും തിങ്കളാഴ്ച നോമ്പുണ്ട് എന്നുള്ളത് ഇയാളെ സംബന്ധിച്ച് അറിയാം. പക്ഷേ ഇയാൾ ചെയ്യലില്ല. എന്താ, എനിക്ക് നോമ്പ് അന്ന് നോമ്പ് വെച്ച് എൻ്റെ ജോലി അവിടെ കിടക്കും. ഞാൻ തടി തളർന്നാൽ ഞാൻ ജോലി അവിടെ കിടക്കും. പിന്നെ എനിക്ക് ശമ്പളം തരുന്ന മുതലാളിനോട് നീതി പുലർത്താതെ മടി പിടിച്ചിരിക്കേണ്ടി വരും. അവിടെ എനിക്ക് ശമ്പളം തരുന്ന ഹലാലാവണമെങ്കിൽ ഞാൻ നല്ലപോലെ പണിയെടുക്കണം. നോമ്പ് വെച്ച് അതിന് നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ നോമ്പ് ഒഴിവാക്കണത്. അപ്പോൾ ഒരു ദിവസം അയാൾക്ക് തിങ്കളാഴ്ച ഹർത്താൽ, അന്ന് അയാൾക്ക് തിങ്കളാഴ്ച ഹർത്താലായപ്പോൾ നോമ്പെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്നൊരു നോമ്പെടുക്കട്ടെ, അയാൾക്കുണ്ട്. ഇങ്ങനെയാണ് അള്ളാഹിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ. ഈ അനുസരണ എന്ന് പറഞ്ഞ ഗുണമുണ്ടോ? അത് ഇനി ഓൻ ചെയ്യുന്നതല്ല ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യില്ലെങ്കിലും അവൻക്കത് പറ്റുമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ഓനോട് അത് ചെയ്യാൻ പറയും. എനിക്കത് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷെ ഓനക്കത് കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഞാൻ ഓനോട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനൊരു ഇബാദത്തുണ്ട് ഇവിടെ, ഇത് നീ ശ്രദ്ധിക്കണം എന്നറിയും. ഇത് നീ ശ്രദ്ധിക്കണം എന്ന് ഓനോട് പറയണത് ഞാൻ ചെയ്യാതെ തന്നെയാണ്. പക്ഷെ എന്താ ഞാൻ ചെയ്യാത്തത്? എനിക്ക് റീസൺ ഉണ്ട്. അവനക്ക് ചെയ്യാതിരിക്കുന്നതിന് റീസൺ ഇല്ല എങ്കിൽ അവനക്കത് അറിയാത്തതുകൊണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ എന്നാണ്. അപ്പോൾ ഈ ഫലത്തിൽ ഇപ്പം എന്തായി? ബാപ്പിയും ഉമ്മയും മക്കളും എല്ലാവരും അള്ളാഹിനെ അനുസരിക്കുന്നുണ്ട്. പക്ഷേ അനുസരിക്കുന്ന രൂപം നോക്കിയപ്പോൾ ഇനങ്ങൾ വ്യത്യാസമുണ്ട്. ഈ ഗുണം അനുസരണാബോധം അതൊരു മനുഷ്യൻക്കുണ്ടോ പിന്നെ അവർക്ക് ടെൻഷനില്ല, അവൻ സ്വർഗത്തിലാണ്. ആരാ പറഞ്ഞു? റസൂൽ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബ. എൻ്റെ ഉമ്മത്ത് എല്ലാവരും സ്വർഗത്ത് പോവും, വിസമ്മതിച്ചവനൊഴികെ. ഇപ്പോൾ സാബത്ത് ചാര റസൂലത ഈ വിസമ്മതിച്ചവൻ എന്ന് പറഞ്ഞാൽ മൻ അത്വഅനി ദഖലൽ ജന്ന, അനുസരിക്കുന്ന ആൾ ആരാണോ അവനക്ക് സ്വർഗമുണ്ട്. ഒമൻ അസ്വഅനി ഫഖദ് അബ, എന്നെ ധിക്കരിച്ചവൻ ആരാണോ അവനാണ് ഈ വിസമ്മതിച്ചവൻ, അവനക്ക് സ്വർഗം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഇത്വാഅത്ത് അനുസരിക്കുക എന്ന ഗുണം നമുക്കുണ്ടോ നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിന് ആദ്യം ഞാൻ എൻ്റെ സമയത്തായി ഒരു 10 മിനിറ്റും കൂടി ഉണ്ട്. ഞാൻ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ അതിൻ്റെ ഒരു ഖുലാസ പറയാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു പാരസിറ്റാമോൾ എഴുതി തരുന്ന ഒരു ഒറ്റമൂലി പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, എന്നോട് അടക്കാണ് ഞാൻ പറയുന്നത്, ആദ്യം ചെയ്യേണ്ടത് മാക്സിമം ഇൽമ് ഉണ്ടാക്കി വെക്കുക. എങ്ങനെ ഉണ്ടാക്കുക? നല്ലോണം കേൾക്കുക, വയല് കേൾക്കുക, പ്രസംഗങ്ങൾ കേൾക്കുക, വിജ്ഞാനം വർദ്ധിപ്പിക്കാവുന്ന നിലക്ക് പ്രഭാഷണങ്ങളും പുസ്തകങ്ങളും വായിക്കുക. അങ്ങനെ പരമാവധി ഉണ്ടാക്കി വെക്കുക. എന്തിനാണ്? എല്ലാം കൂടി ചെയ്യാനല്ല, കഴിയൂല, എല്ലാം കൂടി ചെയ്യാൻ കഴിയൂല. ഞാൻ ഉണ്ടാക്കി വെക്കുക. എത്രയേ കഴിയുക എൻ്റെ ഒഴിവുള്ള സമയമൊക്കെ ഞാൻ അതിനെ എൻഗേജ്ഡ് ആക്കുക. കുറേ ഇൽമ് ഉണ്ടാക്കി വെക്കുക എന്ന് പറയും. കുറേ ഇൽമ് ഉണ്ടാക്കി വെക്കും. അതെല്ലാം കൂടി ഇപ്പോൾ നിങ്ങൾ കഴിച്ചു നോക്കി, നമ്മൾ മദ്രസയിൽ കുട്ടികൾക്ക് തയമ്മും പഠിപ്പിച്ചു കൊടുക്കുമല്ലോ. പെരി വെള്ളം ഇല്ല, എന്തെങ്കിലും ഒന്ന് വെള്ളം ഇല്ലെങ്കിൽ അന്ന് ചെയ്യാനാണത്. അങ്ങനെ ഉണ്ടല്ലോ, നേരത്തെ പഠിച്ചേക്കാന്ന്. അങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ചേക്കണം. കുറേ ഇൽമ് നേരത്തെ പഠിച്ചു വെക്കണം. ആ നേരത്തെ പഠിച്ചു വെക്കണ ഇൽമിൽ ഇപ്പം എൻ്റെ സാഹചര്യത്തിൽ ഒരു സാഹചര്യത്തിൽ ഞാൻ കാണാത്ത കുറേ ഇൽമി ഞാൻ പഠിച്ചു വെക്കും. ഏതുപോലെ? നല്ലോണം നിൽക്കാനും ഓടാനും ചാടാനുള്ള ഞാനുണ്ട്, ഇരുന്ന് സ്കരിക്കണ മസല പഠിക്കണം. എന്തെങ്കിലും ഒന്ന് വന്നാലോ, അന്നിരുന്ന് സ്കരിക്കേണ്ടി വരുമല്ലോ, അത് ഞാൻ നേരത്തെ പഠിച്ചേക്കാണ്. നമ്മളുണ്ടാവും ഹജ്ജിൻ്റെ മസല,
മദ്രസയിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഓർക്ക് ഹജ്ജ് വാജിബാണെങ്കിൽ പ്രായപൂർത്തിയാവണം. ആ പ്രായപൂർത്തി എത്താത്ത ചെറിയ കുട്ടികൾക്ക് 10 വയസ്സുള്ള 11 വയസ്സുള്ള കുട്ടിക്ക് നമ്മളെന്തിനാ ഹജ്ജ് പഠിപ്പിച്ചു കൊടുക്കണം? അതാവണ സമയത്ത് ഇനി ഒന്നുകൂടി മട്ടത്തിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് പഠിച്ച് മറന്നാളേ എന്ന് പറയും. അതിനാ നേരത്തെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് മദ്രസ കുട്ടികൾക്ക് മാത്രമാണോ ബാധകം? അല്ല, ഇത് നമുക്കൊക്കെ വേണ്ടതാണ്. നേരത്തെ പഠിച്ചേക്കുക, അതിന് ടൈം ടേബിൾ ഉണ്ടാക്കണം, പ്ലാൻ ചെയ്യണം, നേരത്തെ പഠിച്ചേക്കുക. അപ്പോൾ എത്ര പഠിക്കണം അതിന് അളവ് നിങ്ങൾ വെക്കണ്ട, എത്രയും പഠിച്ചോ. എങ്ങനെ പഠിച്ച് കയറാൻ പറ്റുമോ കണ്ടൻറ്റ് ഉണ്ടാക്കി വെക്കുക. ആ കണ്ടൻറ്റ് ഉണ്ടാക്കിയത് ഇങ്ങനെ തലയിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം കുറേ ഇൽമുണ്ട് എന്ന് പറഞ്ഞു, കുറേ പഠിച്ചു എന്ന് പറഞ്ഞു. അതിലിപ്പോൾ നിർബന്ധം എന്താണ്? ഞാൻ ഈ പറഞ്ഞ അയാൾക്ക് അത്യാവശ്യപ്പെട്ടതൊക്കെ അയാൾ പഠിക്കലാണ് നിർബന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൊലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. എല്ലാ മുസ്ലിങ്ങൾക്കും അറിവ് അന്വേഷിക്കുന്ന നിർബന്ധമാണ്. ഏതറിവ്? അയാളുടെ ജീവിതത്തിലേക്ക് അത്യാവശ്യപ്പെട്ട ഇൽമൊക്കെ. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ നല്ലോണം പഠിച്ചേക്കണം. ഇനി രണ്ടാമത്തെ കാര്യം ഈ പഠിച്ച സംഗതികളൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇതിൻ്റെ സമയം വരുമ്പം നമുക്ക് ഓർക്കാൻ പറ്റണം. ഇതിൻ്റെ സമയം വരുമ്പം നമുക്ക് ഓർമ്മ വരണം. രണ്ടാമത്തെ ഒരു കാര്യം അതാണ്. ഇതിൻ്റെ സമയം വരുമ്പം നമുക്ക് ഓർമ്മ വരണം. ഇപ്പം നമുക്ക് ആർക്കും തടസ്സമില്ലാത്തൊരു സംഗതിയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാ, ഒരു പ്രത്യേക സമയം എടുക്കണ്ടല്ലോ, എന്തായാലും പെരയിൽ നിന്ന് ഇറങ്ങണം. ആ ഇറങ്ങുന്നിടക്ക് പറയാവുന്നൊരു ദിക്റാ. പക്ഷെ പഠിച്ചണോ ചോദിച്ചാൽ പഠിച്ചാണ്, ആ സമയത്ത് ഓർമ്മ വരില്ല. എന്നും പെരി കയറിയില്ല വെച്ചാൽ അന്നും ദിക്റില്ല. എന്നും ബിസ്മില്ലാഹി അവ്വലു ആഖിറുമാണ്. അങ്ങനെ തുടക്കത്തിൽ ബിസ്മില്ല എന്നേരെ ഓർമ്മ വന്നിട്ടില്ല. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്നേരെ ഓർമ്മ വന്നിട്ടില്ല. അറിയാമെന്ന് വെച്ചാൽ അറിയും. അപ്പം രണ്ടാമത് നമ്മൾ അള്ളാഹിനോട് ദ്വാരക്കേണ്ടതാണ്. ഒന്നാമത് അള്ളാഹിനോട് നമ്മൾ ദ്വാ ചെയ്യേണ്ടതും പരിശ്രമിക്കേണ്ടതും ഇൽമ് നല്ലോണം നേടാനാണ്. മാക്സിമം ബാഗിൽ നിറച്ച് വെക്കുക, മുൻകൂട്ടി അറിഞ്ഞു വെക്കുക. ആ മുൻകൂട്ടി അറിഞ്ഞു വെച്ചാൽ അത് നമ്മൾ അള്ളാഹിനോട് ഇതൊക്കെ പഠിക്കണമൊക്കെ തലയിൽ നിർത്തി തരാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് നമ്മൾ ദ്വാ ചെയ്യണം, പ്രാർത്ഥിക്കണം. രണ്ടാമത് ഈ പഠിച്ച കാര്യം ഉണ്ടല്ലോ, അതിൽ ചിലതൊക്കെ നമ്മൾ കുറേ കാലത്തിന് അമല് ചെയ്യാത്തതാവും. പക്ഷെ ഒരു ദിവസം വന്നപ്പം അതെനിക്കവിടെ ഓർമ്മ വരിക. രണ്ടാമത് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യേണ്ടത് ഈ സംഗതി എനിക്കവിടെ ഓർമ്മ കിട്ടാനാണ്, ആ സമയത്ത് ഓർമ്മ കിട്ടാനാണ്. ആ സമയത്ത് ഓർമ്മ കിട്ടാൻ ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. ജീവിതത്തിൽ അയാൾ തിങ്കളാഴ്ചത്തെ നോമ്പ് വെച്ചിട്ടില്ല. എന്തേ കാര്യം? അയാൾക്ക് തിങ്കളാഴ്ച ഒഴിവുണ്ടാവില്ല. അങ്ങനെ ഇരിക്കും. ഒരു തിങ്കളാഴ്ച അറിയാതെ ഒരു ഹർത്താൽ വന്നു, അല്ലെങ്കിൽ ഒരു ഒഴിവ് കിട്ടി. അയാൾക്ക് യാതൊരു തടസ്സമില്ലാത്ത നിലക്ക് ഒരു തിങ്കളാഴ്ച കിട്ടി. അന്ന് അയാളുണ്ട് ഓർക്കുകയാണ്. എന്താ ഓർക്കണ്? ഇന്നിക്കൊരു തടസ്സമില്ലല്ലോ, ഇന്ന് തിങ്കളാഴ്ച അല്ലേ, സുന്നത്ത് നോമ്പിൻ്റെ ദിവസമല്ലേ. അപ്പോൾ രാവിലെ നല്ല പുട്ടും ഇറച്ചിയും തിന്നതിൻ്റെ ശേഷം ഇത് ഓർമ്മ വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അയാൾക്ക് ഇതുവരെ അയാൾ ചെയ്തിട്ടില്ല. ഒരു 6-7 മാസമാണ്, ഒരു 6 കൊല്ലം തിങ്കളാഴ്ച നോമ്പ് വിൽക്കാത്ത ആ മനുഷ്യർക്ക് 7ാമത്തെ കൊല്ലത്തിൽ തിങ്കളാഴ്ച ഒരു അവസരം കിട്ടിയപ്പം അയാൾക്ക് ഓർമ്മ വന്നു. അതാണ് അള്ളാഹ്ക്കുള്ള അനുസരണം. അത് അയാൾക്ക് അള്ളാഹ് കൊടുക്കുന്ന തൗഫീഖാണ്. അപ്പോൾ എന്നും ഓർക്കേണ്ട കാര്യമുണ്ട്. ടോയ്ലറ്റ് കയറുമ്പോൾ ദിക്കറ്, ഇറങ്ങിൻ്റെ ശേഷമുള്ള ദിക്കറ്, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്കറ്, ചെരുപ്പിടുമ്പോൾ വലത്തേക്കാലായിട്ട് മുന്തിക്കുക എന്ന് തുടങ്ങി ഒരു മനുഷ്യനെ കണ്ട് സലാം പറയും മുതൽ ചെറുതും വലുതുമായിട്ടുള്ള എത്രയോ മതവിധികളുണ്ട്, നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ആ സമയത്ത് ഓർമ്മ വരണില്ല. അപ്പോൾ രണ്ടാമത് വേണ്ടത് എന്താണ്? ആ സമയത്ത് ഓർമ്മ കിട്ടുക എന്നുള്ളതാണ്. അതിന് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് ഉപകാരം ഇല്ലാതാവും. ഒരാൾ പഠിച്ചത് ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് അയാൾക്ക് ഉപകാരം കിട്ടിയില്ല എന്ന് പറയില്ല. അയാൾക്ക് ആ പഠിക്കൽ തന്നെ ഒരു ഇബാദത്താണ്. ഞാൻ പഠിക്കൽ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പറയും പഠിച്ചിട്ട് ഉപകാരം കിട്ടിയില്ല അറിയും. ഒരാൾക്ക് പഠിച്ച് ആ പഠിച്ച കാര്യം അമലാക്കാൻ ജീവിതത്തിൽ ചാൻസ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ അയാൾ ത്വലാഖിൻ്റെ മസലൊക്കെ പഠിച്ചിട്ടുണ്ട്, നല്ല പെണ്ണുങ്ങളാണ്. അപ്പോൾ അയാൾക്ക് ത്വലാഖെല്ലാം പറ്റില്ല എന്ന് പറഞ്ഞു കണ്ടിപ്പോൾ അയാൾക്ക് ഞാൻ ഇന്നുവരെ ത്വലാഖെല്ലിയിട്ടില്ല എന്ന് ത്വലാഖെല്ലാം പറ്റില്ലല്ലോ, ഇല്ല. കാരണം അയാൾക്ക് ജീവിതത്തിൽ അവസരമില്ല. അതേ സന്ദർഭത്തിൽ മസ്അല ശ്രദ്ധിക്കേണ്ട സമയത്ത് അപ്പം അയാളെ സംബന്ധിച്ച് അയാൾ അതൊക്കെ ഓർത്ത് എടുത്ത് അതിലിങ്ങനെ ഒരു കാര്യമുണ്ട്, ഒന്നും കൂടി സ്ഥാനോട് ചോദിച്ചു നോക്കണം, അതൊക്കെ ഒന്ന് ചോദിച്ചു അങ്ങനെ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കാൻ ഞാൻ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കൽ അയാൾക്ക് കിട്ടിയ അവസരം അത് അയാൾ ശരിക്കാണ് മുതലാക്കി. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇത് ഓർമ്മ വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിന് ദുആ ചെയ്യണം, ഓർമ്മ വരാൻ വേണ്ടി ദുആ ചെയ്യണം. മൂന്നാമത്തെ കാര്യം, ഓർമ്മ വന്നാലും നമ്മളെ സംബന്ധിച്ച് ചെയ്യാൻ താല്പര്യം വരണം. ഓർമ്മ ഉണ്ട്, താല്പര്യമില്ല. തിങ്കളാഴ്ചയാണ്, നോമ്പുണ്ട്, അതല്ലെങ്കിൽ ളുഹറിൻ്റെ ശേഷം ഇപ്പോൾ 2 റക്അത്ത് സുന്നത്തുണ്ട്, പക്ഷേ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ അങ്ങനെ ഉണ്ടാവും. ചെയ്യാനൊക്കെ അറിയാം,
ഇപ്പോൾ 2 റക്അത്ത് സുന്നത്ത് പലരും നിസ്കരിക്കണം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്, അത് ചെയ്യാൻ തോന്നണില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മൂന്നാമത് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യേണ്ടത് അതിനാണ്. അതുകൊണ്ട് ചെയ്യാനാണ് തോന്നിപ്പിച്ചു തരാൻ, താല്പര്യം തരാൻ. ആ താല്പര്യം കിട്ടുക എന്നുള്ളതാണ് മൂന്നാമത്തെ ചാൻസ്. താല്പര്യം കിട്ടണം. അപ്പോൾ ഓർമ്മ ഉണ്ട് വെച്ച് ഓർമ്മയുണ്ട്, ഓർമ്മക്കുറവല്ല. പിന്നെന്താ പ്രശ്നം? ചെയ്യാനാണ് തോന്നണില്ല. ഒരു 2 പിന്നെ ഇപ്പം ഇങ്ങനെ പള്ളിയിൽ കയറി നോക്കിയപ്പോൾ കുറച്ച് നേരത്തെ കൊടുത്തിട്ടില്ല. അപ്പം പിന്നെ എന്താ, എന്നാൽ പിന്നെ കുറച്ച് നേരം ഫേസ്ബുക്ക് നോക്കിക്കുക എന്നും അയാൾക്ക് തോന്നും. എന്നാൽ കുറച്ച് നേരം ഖുർആൻ ഓതിയാലോ അതിന് തോന്നുന്നുണ്ട്, എന്നാലും ആ മൊബൈൽ എടുക്കാനാണ് തോന്നുക എന്ന് വരുമ്പം ഓർമ്മ ഉണ്ടായിട്ട് ചെയ്യാൻ തോന്നണില്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് മൂന്നാമത് ദുആ ചെയ്യേണ്ടത് ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റിന്, ഹിർസിന്, താല്പര്യത്തിന് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. മൂന്നാമത് അതാണ്. ഇത് ചെയ്യാൻ താല്പര്യം തോന്നാൻ അള്ളാഹിനോട് ദുആ ചെയ്യണം. ഇനി നാലാമത്തൊന്നുണ്ട്. നാലാമത്തെ എന്താ അറിയോ? ചെയ്യാനൊക്കെ തോന്നി പക്ഷെ ആവതില്ല. ചെയ്യാൻ തോന്നി കഴിയണില്ല. എന്താ കഴിയാത്തത്? എനിക്ക് നിസ്കരിക്കാനാണ് പക്ഷെ കഴിയണില്ല, നിൽക്കാൻ പറ്റണില്ല. അവിടെ അയാൾ ആയ കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾ നിന്ന് നിസ്കരിച്ചതിന് ആൾ ഇപ്പോൾ കഴിയാതെ വന്ന് ഇരുന്ന് നിസ്കരിച്ചാലും കൂലി കുറക്കൊന്നുമില്ല. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ നിന്ന് നിസ്കരിക്കുന്നിടത്ത് ഇരുന്ന് നിസ്കരിക്കാനും വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചല്ല അതിൻ്റെ വൃത്തി ചെയ്യണം എന്നാണല്ലോ, അതിൻ്റെ വൃത്തി ചെയ്യണം എന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ അങ്ങനെയായിരുന്നു. ഇളവുണ്ടെങ്കിലും ആ ഇളവ് അയാൾ ചെയ്യുന്നു. എനിക്ക് ശരിക്കും ആഗ്രഹം നിന്ന് നിസ്കരിക്കാൻ എന്നെക്കൊണ്ട് ആവതില്ലാഞ്ഞിട്ടാണ്. അപ്പം നാലാമത് അള്ളാഹിനോട് നമ്മൾ ചോദിക്കേണ്ടത് ആഫിയത്തിന് വേണ്ടിയിട്ടാണ്. ഈ മനസ്സിനൊത്തുന്ന ശരീരം എത്തിച്ചേരാൻ. എനിക്കിപ്പോൾ ഒന്ന് ഹജ്ജിന് പോകണമെന്നുണ്ട്, കഴിയൂലട്ടോ, കാലൊക്കെ നീരെട്ടിയിട്ട് വെയ്ക്കണില്ല. ഇപ്പോൾ ചാൻസ് ഇട്ട് എനിക്ക് ഒരു ഹജ്ജിന് പോകണം എന്നൊക്കെ മനസ്സുകൊണ്ടുണ്ട്, ശരീരം കൊണ്ടാവണില്ല എന്നുണ്ടാവും. നമ്മൾ ആഗ്രഹിച്ചോടത്ത് കണ്ട് മനസ്സ് വിചാരിച്ചോടത്തൊന്നും ശരീരം എത്തണില്ല, അല്ലെങ്കിൽ സമ്പത്ത് എത്തണില്ല എന്നൊരു പ്രയാസം. അത് അള്ളാഹിനോട് അടുത്ത് ദുആ ചെയ്യേണ്ടതാണ്. ദീനിയായിട്ട് എന്താഗ്രഹിച്ചാലും അതാണ്ട് നേടിയെടുക്കാൻ അള്ളാഹിനോട് ചോദിക്കുക. അപ്പോൾ 4 കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, നല്ലോണം അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നല്ലോണം ഇൽമ് കിട്ടാൻ, അത് ഓർമ്മയിൽ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെക്കാൻ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. രണ്ടാമത്തത്, ആ അറിഞ്ഞതൊക്കെ സമയാസമയത്ത് ഓർമ്മ വരാൻ അള്ളാഹിനോട് ദുആ ചെയ്യാം. മൂന്നാമത്തത്, ഓർമ്മ വന്നത് ചെയ്യാനുള്ള ഒരു താല്പര്യത്തിന് വേണ്ടി നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യാം. നാലാമത്, ആ തൽപരനായ കാര്യം ശരിക്കൊണ്ട് ചെയ്യാനുള്ള ആരോഗ്യത്തിനും ആഫിയത്തിനും വേണ്ടി നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ പ്രാർത്ഥന. ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാണ്. അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വസിദ്നി ഇൽമൻ വൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. റസൂലുള്ളാഹി എപ്പോഴും പ്രാർത്ഥിക്കലുണ്ടല്ലോ, അല്ലാഹുമ്മ അൻഫഅനി മാ അല്ലംതനി, എനിക്ക് പഠിപ്പിച്ച കാര്യമൊക്കെ റബ്ബേ എനിക്ക് ഉപകാരമുള്ളതാക്കണേ എന്ന്. എനിക്ക് കുറേ കാര്യം പഠിപ്പിച്ചെന്നാണല്ലോ, അതൊക്കെ എനിക്ക് ഉപകാരമുള്ളതാക്കണേ. എങ്ങനെ ഉപകാരം ഉണ്ടാവുക? സമയത്ത് ഓർത്തിട്ട് ചെയ്യാൻ പറ്റുക, അപ്പം അത് ഉപകാരമുള്ളതായി. വഅല്ലിംനി മാ യൻഫഉനി, എനിക്ക് ഉപകാരം ഉണ്ടാവുന്നതൊക്കെ എനിക്ക് ഇനിയും പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ. എൻ്റെ ഹയാത്തിൽ ഇനിയിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഏതൊക്കെ നിലക്കാണ് മുന്നോട്ട് പോണത്, ഏതൊക്കെ സാഹചര്യവുമായി ഞാൻ ബന്ധപ്പെടുമെന്ന് ഇപ്പം എനിക്കറിയില്ലല്ലോ. ആ സമയത്ത് നോക്കിയിട്ട് പഠിക്കണം എന്ന് വെച്ചാൽ അതൊക്കെ അന്നാ ഞാൻ അങ്ങനെ ബന്ധപ്പെടുന്നു. ഇപ്പം എനിക്കറിയാം, ഇപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് ഒരാളെ മയ്യത്ത് കുളിപ്പിക്കേണ്ടി വന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ജീവിതത്തിൽ ഞാൻ തന്നെ പ്രതീക്ഷിക്കാതെ എനിക്ക് ഒരാളെ മയ്യത്ത് കുളിപ്പിക്കേണ്ടി വന്ന്. അല്ല, ഞാൻ തന്നെ പ്രതീക്ഷിക്കാതെ എനിക്ക് ഒരാളെ ശരീരം എൻ്റെ മുമ്പിൽ ആദ്യം, ഒരു മയ്യത്തിൻ്റെ മുമ്പിൽ ആദ്യമായിട്ട് കിടത്തപ്പെട്ടു. അയാളെ കണ്ണടച്ചു കൊടുക്കാനും താട കെട്ടാനും ഒക്കെ ആൾക്കാർ ബേജാറായി നിൽക്കുന്ന സമയത്ത് എനിക്ക് ആ ഇൽമുള്ളതുകൊണ്ട് ഞാൻ കണ്ണടച്ചു കൊടുത്തു, താട കെട്ടി. അതാണ്, എനിക്കറിയില്ലല്ലോ, ഞാൻ ചിലപ്പം ഒഴിഞ്ഞു മാറാനാ പ്ലാൻ ഉണ്ടാവല്. പക്ഷെ അന്ന് എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത, ഞാൻ തന്നെ അറിയാതെ എൻ്റെ ജീവിതത്തിൽ അള്ള അങ്ങനെ ഒരു കതറാക്കിയിരിക്കണം, ഒരു മയ്യത്തിൻ്റെ മുമ്പിൽ വന്ന് കിടക്കുക എന്നുള്ളടുത്ത് എനിക്ക് ആ സമയത്ത് അതാണ് ചെയ്യാൻ. അപ്പം അല്ലാഹുവേ വഅല്ലിംനി മാ യൻഫഉനി, എനിക്കെന്താ ജീവിതത്തിൽ ഉപകാരം ഉണ്ടാവുക അത് നീ എനിക്ക് പഠിപ്പിച്ചു തരണം, നേരത്തെ പഠിപ്പിച്ചു തരണം. ആ നിലക്ക് വസിദ്നി ഇൽമാ, എൻ്റെ ഇൽമി നീ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. വൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ സമയത്തും അള്ളാഹ്ക്കാണ് സകല സ്തുതികളും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. അപ്പോൾ ആ പ്രാർത്ഥന നല്ലോണം പ്രാർത്ഥിക്കുക. ഈ ഒരു ഒറ്റമൂലി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് നമ്മൾ അനുസരിക്കുക, മക്കളും അനുസരിക്കുക, എല്ലാവരും അനുസരിക്കുക. അനുസരിക്കുന്ന രീതിയിൽ ചിലപ്പം ഇനങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും, അത് വിഷയമല്ല. അതുകൊണ്ട് പറയാത്തത് ചെയ്യാത്തത് പറഞ്ഞു എന്നുള്ള ആക്ഷേപത്തിനൊന്നും അയാൾ അർഹനല്ല. അനുസരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാതെ ഓൻ ചെയ്യേണ്ടത് ഓൻ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് പ്രശ്നമാണ്. അല്ലാത്തടത്തോളം നമുക്ക് ശ്രദ്ധിക്കാനേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ എന്തോ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ? അടുത്ത വ്യാഴാഴ്ച ഏതാണ്? മസ്ജിദുൽ ബറക്ക. എപ്പോഴാ? എപ്പോഴും സമയം? അടുത്ത വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് മസ്ജിദുൽ ബറക്കയിൽ വെച്ച് അഷ്കർ ഇബ്രാഹിമിൻ്റെ ഒരു തസ്കിയ ക്ലാസ് നടക്കുന്നുണ്ട്. മഗ്‌രിബിന് ശേഷമാണ്. അത് നിങ്ങളോടൊന്ന് അറിയിക്കാൻ നിങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അസ്സലാമു അലൈക്കും.